നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ വികസന ജനക്ഷേമ വിഷയങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സന്ദർശിച്ച് കൊല്ലം സിറ്റിസൺസ് ഫോറം. കൊല്ലം ജില്ലയിലെ വിവിധ വികസന, പരിസ്ഥിതി, ആരോഗ്യ, കുടിവെള്ള, മത്സ്യമേഖല, പൊതുജനാരോഗ്യ വിഷയങ്ങൾ ഉന്നയിച്ച് കൊല്ലം സിറ്റിസൺസ് ഫോറം നേതാക്കൾ മുഖ്യമന്ത്രിയെയും വിവിധ മന്ത്രിമാരെയും സന്ദർശിച്ച് നിവേദനങ്ങൾ സമർപ്പിച്ചു. സിറ്റിസൺസ് ഫോറം ചെയർമാൻ MK സലീം, ജനറൽ സെക്രട്ടറി ഷിബു റാവുത്തർ, ജോയിൻറ്റ് സെക്രട്ടറി AM അൻസാരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിയമസഭാ സമുച്ചയത്തിലും കണ്ടോൺമെൻറ് ഹൗസിലുമായി കൂടിക്കാഴ്ചകൾ നടത്തിയത്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനും ബ്ലൂ എക്കോണമി പദ്ധതികളുടെ ശക്തിപ്പെടുത്തലിനുമായി സംസ്ഥാന ബജറ്റിൽ മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ അനുവദിച്ച സർക്കാർ തീരുമാനത്തെ അഭിനന്ദിച്ച് ഫോറം പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും തീരദേശ വികസനത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായകമാകുന്ന പദ്ധതിക്ക് ഫോറം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. കൂടിക്കാഴ്ചയിൽ കൊല്ലം ജില്ലയിലെ വിവിധ ജനകീയ ആവശ്യങ്ങളും വികസന വിഷയങ്ങളും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഞാങ്കടവ് കുടിവെള്ള പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കി പ്രദേശവാസികളുടെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വേനൽക്കാലത്ത് രൂക്ഷമാകുന്ന കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പദ്ധതിക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും അവർ ചൂണ്ടിക്കാട്ടി. കേരളത്തിൻ്റെ അഭിമാന ജലസമ്പത്തായ അഷ്ടമുടി കായലിൻ്റെ സംരക്ഷണവും പുനരുജ്ജീവനവും സംബന്ധിച്ച ആവശ്യങ്ങളും സംഘം മുന്നോട്ട് വച്ചു. കായലിലെ മലിനീകരണം, അനധികൃത മാലിന്യ നിക്ഷേപം, ജലജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ എന്നിവ തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അഷ്ടമുടി കായലിൻ്റെ സംരക്ഷണം മത്സ്യമേഖലയുടെയും ടൂറിസം മേഖലയുടെയും ഭാവിക്ക് നിർണായകമാണെന്നും ഫോറം വ്യക്തമാക്കി. നഗര ഗ്രാമ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന കരമാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ വ്യാപിപ്പിച്ച് പൊതുജനാരോഗ്യം സംരക്ഷിക്കണമെന്നും നിർദ്ദേശിച്ചു. ആരോഗ്യ മേഖലയിലെ സേവന നിലവാരം ഉറപ്പാക്കുന്നതിനായി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് സംസ്ഥാനത്ത് ഫലപ്രദമായി നടപ്പാക്കുകയും സ്വകാര്യ ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുകയും വേണമെന്ന് ഫോറം ആവശ്യപ്പെട്ടു. രോഗികളുടെ അവകാശ സംരക്ഷണത്തിനും ആരോഗ്യ സേവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നിയമത്തിൻ്റെ കർശനമായ നടപ്പാക്കൽ അനിവാര്യമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണം, ജലാശയങ്ങളുടെ പുനരുജ്ജീവനം, പൊതുജനാരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, മത്സ്യത്തൊഴിലാളി ക്ഷേമം, ഗതാഗത സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി തുടങ്ങിയ വിഷയങ്ങളും മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സമർപ്പിച്ച നിവേദനങ്ങൾ ഗൗരവപൂർവ്വം പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉറപ്പു നൽകിയതായി ഫോറം ഭാരവാഹികൾ അറിയിച്ചു. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും കൊല്ലം ജില്ലയുടെ സമഗ്ര വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി തുടർന്നും ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന് സിറ്റിസൺസ് ഫോറം നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.